ഒരിക്കൽ വന്നപ്പോൾ പാലക്കാടിൻ്റെ 2 തനതായ വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നത് റാവുത്തർ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ ആ ട്രിപ്പിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് കൊടുവായൂരുള്ള ജാഫർ ഖാൻ്റെ ഒരു ചെറിയൊരു കടയിലായിരുന്നു. അല്ല, ആവി പറക്കണ റാവുത്തർ ബിരിയാണിയാണ് എനിക്ക് കിട്ടിയത്. അവർ 5 മണിക്കേ തുറക്കുകയുള്ളൂ വൈകുന്നേരം. ഈ റാവുത്തർമാരുണ്ടാക്കുന്ന ബിരിയാണിക്കാണ് റാവുത്തർ ബിരിയാണി എന്ന് പറയുക. നമ്മളെ ബിസ്ക്കറ്റ് കളറായിട്ടുള്ള ഒരു കളറാട്ടോ ഇതിൽ വരുന്നത്. നമ്മളെ സാധാ ബിരിയാണിക്കായും വ്യത്യാസം ഉണ്ടാകും. ഞാൻ അത് ഫസ്റ്റ് വിചാരിച്ചത് കഴിക്കാൻ കഴിയില്ലാന്നായിരുന്നു. പക്ഷേ സംഭവം കേട്ടില്ലായിരുന്നു കേട്ടോ. 2 പീസ് ചിക്കനും ഉണ്ടാവും, പിന്നെ ഒരു മുട്ട, പിന്നെ തമിഴ്നാട് സ്റ്റൈലുള്ള കായ്ച്ചാറുണ്ടാവും, പിന്നെ സലാഡ് അച്ചാർ ഇതൊക്കെ ഉണ്ടാവും. സംഭവം ജോറായിരുന്നു കേട്ടോ. ഒരിക്കലും പ്രതീക്ഷയിൽ എത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ കൃഷിയിൽ ഒരു ചായക്കാരുണ്ടാവും. ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു ചായ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവിടുത്തെ ചായ സംഭവം എന്താ വെച്ചാൽ സുരാജ് വന്യാറും കുറച്ച് ഫിലിം കൂടി അവിടെ ഒരു ഒരിക്കൽ വന്നപ്പോൾ പാലക്കാടിൻ്റെ 2 തനതായ